ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ചിക്കൻ ഫജിറ്റ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ പിത്താ പരട്ടിൽ സ്റ്റഫ് ചെയ്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. അതുപോലെ തന്നെ ഇഫ്താറിന് സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇതിന് ആദ്യം തന്നെ വേണ്ടത് 3 കപ്പ് മൈദയാണ്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് 1.5 ടീസ്പൂൺ പഞ്ചസാരയാണ്. അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ ചേർക്കുമ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഇത് ക്ലിംഗ് റാപ്പോ അതുപോലെ നന്ന തുണിയോ വെച്ച് കവർ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിനു വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം. ആദ്യം തന്നെ ചിക്കൻ ചെറുതായി കട്ട് ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിനു വേണ്ട മസാല തയ്യാറാക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് വേവുന്നത് വരെ ഇത് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ക്യാപ്സിക്കം അതുപോലെ 1/2 കപ്പ് ക്യാരറ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് 2-3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഒറിഗാനും അതുപോലെ റെഡ് ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സ്കിപ്പ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ കുഴച്ച് വെച്ച മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊരു വലിയ ബോൾസാക്കി നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഞാനിതിവിടെ കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ബോൾസാക്കി റൗണ്ടിൽ പരത്തി കൊടുത്താലും മതിയാകും. അധികം തിന്നായി പരത്തരുത്, കുറച്ച് തിക്നെസ്സോടുകൂടി തന്നെ പരത്തിയെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒരടപ്പോ എന്തെങ്കിലും കട്ടറോ യൂസ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊരു തുണിയിലേക്ക് ഇട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈസൊക്കെ ഡബിൾ ആയിട്ടുണ്ട്. നമുക്കിത് ചുട്ടെടുക്കാം. സാധാരണ കുബൂസൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതിവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ പൊങ്ങി വരണമെങ്കിൽ നമുക്ക് നല്ല പോക്കറ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി ഇതൊന്ന് ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കാം.
നിങ്ങൾക്ക് കാണാം ഇത് നല്ല പോക്കറ്റ് പോലെ വന്നിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ മസാല ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിത് മുഴുവനായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് മസാല ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒരല്പം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് മയോണൈസൊക്കെ ചേർത്ത് കൊടുത്ത് ഇതൊരു ഷവർമ മസാല പോലെ ആക്കിയെടുക്കാം. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ബാക്കിയുള്ള പോക്കറ്റ്സും കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ബ്രെഡ് ചിക്കൻ ഫജിറ്റ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്